ദുൽഖർ സൽമാൻ അഞ്ജലി മേനൻ കൂട്ടുകെട്ട് ഒന്നുകൂടെ സംഭവിക്കാൻ പോവുകയാണ്. ബട്ട് ഇത്തവണ ഇവർ രണ്ടാളെ കൂടാതെ പ്രതാപ് പോത്തനും പിന്നെ വൺ ഓഫ് ദ സോട്ട് ആഫ്റ്റർ സിനിമറ്റോഗ്രാഫറുമായ രാജീവ് രവിയും ഉണ്ട് കൂടെ. അഞ്ജലി മേനൻ എഴുതി പ്രതാപ് പോത്തൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ ദുൽഖറാണ് നായകൻ. സിനിമറ്റോഗ്രാഫി ഹാൻഡിൽ ചെയ്യുന്നത് രാജീവ് രവിയും. ദുൽഖർ ചെയ്യാൻ പോകുന്ന ഈ ക്യാരക്ടറിലേക്ക് ആദ്യം പ്രതാപ് പോത്തൻ ഇൻവൈറ്റ് ചെയ്തത് ജയറാമിൻ്റെ മകനായ കാളിദാസനെയാണ്. ബട്ട് അപ്പോൾ ജയറാം പ്രതാപ് പോത്തനോട് പറഞ്ഞു കാളിദാസിന് അങ്ങനെ പഴയ ഫിലിം മേക്കേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല എന്ന്. അങ്ങനെ ആ റോള് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് കേട്ട പ്രതാപ് പോത്തൻ ഫേസ്ബുക്കിൽ അച്ഛനെയും മകനെയും നല്ല രീതിയിൽ തന്നെ പറയുകയും ചെയ്തു കേട്ടോ. അത് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാളിദാസിന് പകരമായിട്ടാണ് ദുൽഖറിനെ കാസ്റ്റ് ചെയ്യുന്നത്. പ്രതാപ് പോത്തൻ്റെ ഒരു വലിയ മോഹമാണ് മമ്മൂട്ടിയെ വെച്ച് ഫിലിം ചെയ്യുക എന്നത്. പക്ഷെ മമ്മൂട്ടിയുടെ മകനായത് കൊണ്ടല്ല കേട്ടോ ദുൽഖറിനെ ആൾ ചൂസ് ചെയ്തത്. മമ്മൂട്ടിയെ പോലെ തന്നെ ഗ്രേറ്റ് ഹൈറ്റ്സിലേക്ക് എത്താനുള്ള കാലിബർ ദുൽഖറിനുണ്ട്. അത് മാത്രമല്ല തൻ്റെ ക്യാരക്ടറിലേക്ക് ഒരു പെർഫെക്റ്റ് കാസ്റ്റും കൂടിയാണ് ദുൽഖർ എന്നാണ് പ്രതാപ് പോത്തൻ പറയുന്നത്. ഇത് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞാണ് കേട്ടോ. എന്തായാലും പ്രതാപ് പോത്തനെ പോലെ തന്നെ ദുൽഖറും വളരെയധികം എക്സൈറ്റഡ് ആണ്. രണ്ടാളും ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2016 ദുൽഖറിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആയിരിക്കും ഇത്. ഒരു മോഡേൺ ഡേ റൊമാൻറ്റിക് സ്റ്റോറിയാണ് ഈ ഫിലിമിൻ്റേത്. കേരളത്തിലെ ഒരു ബീച്ച് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും കഥ നടക്കുന്നത്. എന്തായാലും ദുൽഖർ ഇപ്പോൾ മണിരത്നത്തിൻ്റെ പ്രോജക്റ്റും പ്രതാപ് പോത്തൻ്റെ പ്രോജക്റ്റും ഒക്കെ ആയിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആണ്. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് കൂട്ടുകെട്ട് മിക്കവാറും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടി തന്നെ ആയിരിക്കാനാണ് ചാൻസസ് കൂടുതലും. അഞ്ജലി മേനൻ അൻവർ റഷീദ് കൂട്ടുകെട്ട് പോലെ അഞ്ജലി മേനൻ പ്രതാപ് പോത്തൻ കൂട്ടുകെട്ടും സൂപ്പർ ഹിറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ദുൽഖർ സൽമാനും രാജീവ് രവിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടോ കാര്യം. എന്തായാലും ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ.